നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇന്ന് അങ്ങേയറ്റം വൈകാരികവും സങ്കീർണവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ ജനനത്തിന് വഴിയൊരുക്കിയതും ആ രാജ്യത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സഹായഹസ്തം നീട്ടിയതും ഭാരതമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിന്റെ നന്ദിയില്ലാത്ത സമീപനമായാണ് ഭാരതീയർക്കിടയിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 1971 വിമോചന സമരത്തിൽ ഇന്ത്യൻ സൈനികർ ഒഴുക്കിയ ചോരയും ഇന്ത്യൻ ജനത നൽകിയ സാമ്പത്തിക പിന്തുണയും വിസ്മരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് ഖേദകരമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുമെന്നാണ് ബംഗ്ലാദേശി ജിഹാദികളുടെ അവകാശവാദം. നിരന്തരം ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുക, പാകിസ്ഥാനെയും ചൈനയെയും പ്രീണിപ്പിക്കുക, ഹിന്ദു കുടുംബങ്ങളെ വേട്ടയാടുക എന്നിവയൊക്കെയാണ് മുഹമ്മദ് യൂനുസ് സർക്കാരിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര പോലും. നിരന്തരം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും റമദാൻ ആഘോഷിക്കുവാൻ അരിക്ക് വേണ്ടി ഇന്ത്യക്ക് മുന്നിൽ കൈനീട്ടുകയാണ് യാതൊരു ഉറപ്പുമില്ലാതെ ബംഗ്ലാദേശ്. റമദാൻ മാസത്തിൽ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഭക്ഷ്യക്ഷാമം ഒഴിവാക്കുന്നതിനുമായി 1,00,000 മെട്രിക് ടൺ അരി ഇറക്കുമതി ചെയ്യുവാനാണ് ബംഗ്ലാദേശ് ഉപദേശക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പകുതിയും, അതായത് 50,000 മെട്രിക് ടൺ നോൺ ബസുമതി പുഴുങ്ങലരി ഇന്ത്യയിൽ നിന്ന് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര ടെൻഡർ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ബാക്കി 50,000 മെട്രിക് ടൺ പച്ചരി പാകിസ്ഥാനിൽ നിന്ന് സർക്കാർ തലത്തിൽ നേരിട്ടുള്ള കരാർ പ്രകാരം വാങ്ങുവാനാണ് ബംഗ്ലാദേശ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അരിക്ക് ഏകദേശം 217 കോടി രൂപ വില വരുമ്പോൾ അത്ര തന്നെ അളവ് പാകിസ്ഥാൻ അരിക്ക് 241 കോടി രൂപയോളം ബംഗ്ലാദേശ് നൽകേണ്ടി വരും. അതേസമയം ഇന്ത്യൻ കയറ്റുമതിക്കാർക്കിടയിൽ ബംഗ്ലാദേശ് നീക്കം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ നിരന്തരം പ്രക്ഷോഭങ്ങൾ നടത്തുകയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് അരി നൽകി ബംഗ്ലാദേശിനെ സഹായിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് അവർ. സാമ്പത്തികമായി നോക്കിയാൽ ഇന്ത്യയോടുള്ള കടപ്പാട് മറന്നുകൊണ്ടുള്ള നീക്കങ്ങളാണ് ബംഗ്ലാദേശ് നടത്തുന്നത്. അസംസ്കൃത ചണം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ ചണമില്ലുകളെ പ്രതിസന്ധിയിലാക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഭക്ഷ്യക്ഷാമം നേരിടുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അരി കുറഞ്ഞ നിരക്കിൽ വേണമെന്ന നിർബന്ധം അവർക്കുണ്ട്. വിയറ്റ്നാമിനും പാകിസ്ഥാനിനും ടണ്ണിന് $40 അധികം നൽകുവാൻ തയ്യാറാകുന്ന ബംഗ്ലാദേശ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അരി നൽകുന്ന ഇന്ത്യയോട് കാണിക്കുന്ന ഈ വിരോധം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇന്ത്യയുടെ സഹായത്താൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യം ഇന്ന് ഇന്ത്യയുടെ പൗരന്മാർക്കും താല്പര്യങ്ങൾക്കും എതിരെ നിൽക്കുന്നത് വലിയ നന്ദികേടായാണ് വിലയിരുത്തപ്പെടുന്നത്. അരി കയറ്റുമതിയിൽ ഇന്ത്യയും കർശന നിലപാട് സ്വീകരിക്കണമെന്ന് കയറ്റുമതിക്കാർ വാദിക്കുന്നു. ഇന്ത്യൻ വ്യാപാരികൾ തമ്മിലുള്ള മത്സരം മൂലം അരിയുടെ വില ഇടിയുന്നത് തടയണമെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള ടെൻഡറുകൾക്ക് ഉയർന്ന വില നിശ്ചയിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ഉദാര മനസ്കത ബംഗ്ലാദേശ് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കയറ്റുമതിക്കാർ വിശ്വസിക്കുന്നു. പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളോട് കാണിക്കുന്ന വിനയം ഇന്ത്യയോട് കാണിക്കാത്തതും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും തികഞ്ഞ നന്ദികേടാണെന്നാണ് ഭാരതീയ പൊതുസമൂഹത്തിന്റെ വികാരം. ചുരുക്കത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധം ഇപ്പോൾ കേവലം ലാഭനഷ്ടങ്ങളുടെ കണക്കല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെയും ആത്മാഭിമാനത്തിന്റെയും പ്രശ്നമായി മാറിയിരിക്കുന്നു. കയറ്റുമതി നിരോധനമോ അല്ലെങ്കിൽ ഉയർന്ന വില ഈടാക്കലോ പോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമോ എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.